നമസ്കാരം. ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയ ഇലക്ട്രൽ ബോണ്ട് നിയമപ്രകാരം ഭരണസ്വാധീനം ഉപയോഗിച്ച് രാഷ്ട്രീയ പാർട്ടികൾ കൊയ്ത കോടാനുകോടികളിന്മേൽ അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തന്നെ നിരാകരിച്ചത് അഴിമതിക്കെതിരെ പൊരുതുന്നവരെ നിരാശപ്പെടുത്തി. ഇലക്ട്രൽ ബോണ്ടുകൾ ഉപയോഗിച്ചുള്ള ഇലക്ട്രൽ ഫിനാൻസിംഗ് അഴിമതിയെക്കുറിച്ച് ജുഡീഷ്യൽ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയത്. രണ്ട് സർക്കാർ ഇതര സംഘടനകൾ സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജികളാണ് സുപ്രീം കോടതി തള്ളിയത്. ഇലക്ട്രൽ ബോണ്ട് സ്കീം കുംഭകോണമാണ് എന്ന് ഹർജിയിൽ വിശേഷിപ്പിച്ചു. അതിലൂടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയ ഷെൽ കമ്പനികളുടെയും നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കമ്പനികളുടെയും ഫണ്ടിംഗ് ഉറവിടം അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരികൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. സർക്കാർ കരാറുകൾ, ലൈസൻസുകൾ എന്നിവ നേടാനും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാനും ഉദ്ദേശിച്ചുള്ളതാണ് പല ഇലക്ട്രൽ ബോണ്ടുകളെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. 2G കുംഭകോണമോ കൽക്കരി കുംഭകോണമോ പോലെയല്ല ഇലക്ട്രൽ കുംഭകോണത്തിന് പണമിടപാട് ഉള്ളത്. അവിടെ സ്പെക്ട്രം, കൽക്കരി ഖനന പാട്ടങ്ങൾ, സ്പെക്ട്രം എന്നിവ സ്വമേധയാ അനുവദിച്ചു. എന്നാൽ പണമിടപാട് നടന്നതിന് തെളിവില്ലായിരുന്നു. എന്നിട്ടും ആ രണ്ട് കേസുകളിലും അന്വേഷണം നിരീക്ഷിക്കുകയും പ്രത്യേക പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ നിയമിക്കുകയും പ്രത്യേക കോടതികൾ രൂപീകരിക്കുകയും ചെയ്തു എന്ന് ഹർജിയിൽ പറഞ്ഞു. സർക്കാരിൽ നിന്ന് നേട്ടം പ്രതീക്ഷിച്ചായിരുന്നു വൻകിട കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ നൽകിയത് എന്ന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണം എന്നായിരുന്നു ഹർജിക്കാരുടെ നിലപാട്. അന്വേഷണത്തിന്റെ ഫലത്തെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന നിരവധി സ്ഥാപനങ്ങൾ ഭരണകക്ഷിക്ക് വൻ തുക സംഭാവന നൽകിയതായി ഹർജിയിൽ ആരോപിച്ചു. ഫെബ്രുവരി 15-നാണ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയത്. ഇതിന് പിന്നാലെയാണ് ഇലക്ട്രൽ ബോണ്ടിൽ SITയെ നിയോഗിക്കണമെന്ന ഹർജി ഏപ്രിലിലാണ് സുപ്രീം കോടതി മുമ്പാകെ എത്തിയത്. ബോണ്ടുകളിലെ സുതാര്യത പ്രശ്നം ചൂണ്ടിക്കാട്ടിയ കോടതി ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനും ഉത്തരവിട്ടിരുന്നു. ആർട്ടിക്കിൾ 19(1)(a) പ്രകാരമുള്ള വിവരാവകാശത്തിന്റെ ലംഘനമാണ് അജ്ഞാത ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 5-അംഗ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പ്രസക്തമായ യൂണിറ്റുകളാണെന്നും തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിംഗ് സംബന്ധിച്ച വിവരങ്ങൾ അനിവാര്യമാണെന്നും കോടതി പറഞ്ഞു. സുപ്രീം കോടതി ആവശ്യപ്പെട്ട കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകാൻ ഭരണസ്വാധീനത്തിന്റെ ഭയത്തിൽ മടിച്ചു നിന്ന സ്റ്റേറ്റ് ബാങ്ക് അധികൃതരോട് കർശന ഭാഷയിൽ സംസാരിച്ച് സുപ്രീം കോടതി തന്നെ രംഗത്തു വന്നിരുന്നു. അതിന്റെ ഭാഗമായി സമർപ്പിക്കപ്പെട്ട കണക്കുകളിന്മേൽ ന്യായമായ ഒരു അന്വേഷണം സുപ്രീം കോടതി അനുവദിക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നത്.